சதிசவாக்கியம் 11:1, நீதிமொழிகள் 11ஆம் அதிகாரம் 1ஆம் வசனம். Proverbs chapter 11:1. கள்ளத்துலாசு யெகோவைக்கு வெறுப்பு, ஒத்தபடியோ தெய்வத்தினு பிரசாதம். ஒத்தபடியோ தெய்வத்தினு பிரியம். A false balance God hates. It is an abomination to the Lord. But a just weight God delights. A just weight God delights. சுமுத்திரையான நிறை கல்லோ தேவனுக்கு பிரியம். ஒத்தபடியோ தெய்வத்தினு பிரியம். தெய்வத்தினு பிரியமாயவா, தெய்வத்தினு வெறுப்பாயவா. சதிசவாக்கியம் 15ஆம் அத்தியாயம் 8ஆம் வசனத்தில் பைபிள் நம்ம படிப்பிக்கின்னு துஷ்டண்ட யாகம் யெகோவைக்கு வெறுப்பு. துஷ்டண்ட யாகம் யெகோவைக்கு வெறுப்பு, நேருள்ளவருட பிரார்த்தனையோ தெய்வத்தினு பிரியம். ஆமென். The prayer or the supplication of a righteous man God delights in. நேராய மனுஷனுடைய ஜெபமோ வேதம் சொல்லுகிறது தேவனுக்கு பிரியம். சங்கீர்த்தனம் 5:4, சங்கீர்த்தனம் 5:5, சங்கீர்த்தனம் 5:6 மனோகரമായ 3 காரியங்கள் யெகோவா தெய்வம் தாவீது ராஜாவு முகாந்திர நம்மோடு அருளி செய்யுன்னு தெய்வத்தினு பிரியப்பட்ட காரியம், தெய்வம் வெறுக்கின்ற காரியம், അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദുഷ്ടത യഹോവയ്ക്ക് വെറുപ്പ്. അതിൻ്റെ അർത്ഥം നീതി ദൈവത്തിന് പ്രിയം. ആമേൻ. നീതി, നേരായ സ്വഭാവം ദൈവത്തിന് പ്രിയം. സങ്കീർത്തനം 5:4, സങ്കീർത്തനം 5:5 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഗർവം ദൈവത്തിന് വെറുപ്പ്, താഴ്മയോ ദൈവത്തിന് പ്രിയം. അടുത്ത വചനം സങ്കീർത്തനം 5:6 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ബോസ്ക്, ദൈവത്തിന് വെറുപ്പ്, സത്യം, സത്യം ദൈവത്തിന് പ്രിയം. ആമേൻ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 4:4, ഉൽപ്പത്തി പുസ്തകം 4:5, ലൂക്കോസ് സുവിശേഷം 18:9, ലൂക്കോസ് സുവിശേഷം 10:38-42 വചനങ്ങളിൽ 3 സംഭവങ്ങൾ. ഒന്ന്, ആദ്യം ഭൂമിയിൽ അമ്മ പ്രസവിച്ചിട്ട ഒരു പൊന്നോമന മോൻ, പേര് കയീൻ. ബൈബിൾ ഡിസ്ക്രൈബ്സ് ദിസ് മാൻ ഈസ് എ മാൻ ഓഫ് വിക്കഡ്നെസ്, ദുഷ്ടൻ. 1 യോഹന്നാൻ 3:12 നമ്മ പഠിപ്പിക്കുന്നു, ഇവൻ ദുഷ്ടൻ, ഉടമ്പുറപ്പിനെ കയർത്തുകൊന്ന ദുഷ്ടൻ, ദൈവ സന്നിധിയിൽ നേരില്ലാത്ത ദുഷ്ടൻ, a man of wickedness. ദുഷ്ടന ദൈവം വെറുക്കും. അവൻ്റെ അനുജൻ ആബേലോ അവൻ നീതിമാൻ. And God found a delight in him. അവൻ നീതിമാൻ. ആബേൽ ദൈവത്തിന് പ്രിയം. ആബേൽ ദൈവത്തിൻ്റെ പ്രിയൻ. ഗർവിയ ദൈവം വെറുക്കുന്നു.
ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ലൂക്കോസ് 18:9 പരീശൻ വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥന എന്നുള്ള പേരിൽ ജാട കാട്ടി. ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പാടുന്നു, ഞാൻ ദശാംശം നൽകുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവ് അവനെ വകയെ വച്ചില്ല. മറ്റവനോ ശുങ്കക്കാരൻ, അവൻ്റെ എളിമയായ പ്രാർത്ഥന, അവൻ മാറത്തടിച്ച് അവൻ നിലവിളിച്ചത്, സ്വർഗത്തിൽ പോലും നോക്കുവാൻ കഴിയാതെ അവൻ കരഞ്ഞ പ്രാർത്ഥന അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിൽ പോയി. God blessed him. God found a delight in him. ശുങ്കക്കാരൻ, താഴ്ത്തി പ്രാർത്ഥിച്ച ശുങ്കക്കാരൻ ദൈവത്തിന് പ്രിയം. സ്വന്തം ഉടമ്പറപ്പിന് അടിച്ചുകൊണ്ട കയീൻ ദൈവത്തിന് വെറുപ്പ്. ആബേൽ ദൈവത്തിന് പ്രിയൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 10:38 യേശു വന്നവുടൻ വീട്ടിന്റെ വാതിൽ തുറന്നവൾ, പക്ഷെ അവളുടെ ഹൃദയം അടച്ചിട്ട മാർത്ത, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവൾ ദൈവത്തിന് വെറുപ്പ്. അവളുടെ ദൈവം അടുക്കള, അവളുടെ ദൈവം ഒരു നേരം ആഹാരം, അവളുടെ ദൈവം ഒരു സെക്കൻഡ് ഷോ സിനിമ. അവളുടെ സഹോദരി മറിയോ ദൈവത്തിന്റെ പാദത്തിൽ നിന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവൾ നല്ല അംശം തിരഞ്ഞെടുത്ത് ദൈവം മാത്രം അവൾക്ക് കേടി. അടുക്കളയും ഡൈനിങ് ടേബിളും മാത്രം കറങ്ങി നടക്കുന്ന ഇവൾ എ സിംബൽ ഓഫ് ലീസിംഗ്. ബോസ്ക് സങ്കീർത്തനം 5:6 ബോസ്ക് ദൈവത്തിന് വെറുപ്പ്, സത്യസന്ധതയോ ദൈവത്തിന് പ്രിയം. നാം ഒരു വിശ്വാസ സമൂഹമല്ല. ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, ഗലാത്യർ 3:26, യോഹന്നാൻ 1:12 പിതാവാം ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്ത്. Therefore, my brother and sister, you are not a believer, you are the own child of heavenly Father in God in heaven. ഞാൻ ആവർത്തിക്കുന്നു, നാം ഒരു വിശ്വാസ സമൂഹം അല്ല. ഈ ലോകം സൃഷ്ടിച്ച ഭയങ്കരനായ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് നാം. ആമേൻ, ആമേൻ. ആകയാൽ വെറും വിശ്വാസമല്ല. The Bible again and again categorically insists that our faith should be unfeigned. 1 തിമോത്തിയോസ് 1:5 തന്റെ ആത്മീയ ശിഷ്യൻ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുന്നു, നിന്റെ വിശ്വാസം നിർവ്യാജ വിശ്വാസമായി, മായമറ്റ വിശ്വാസം, ഉണ്മயான വിശ്വാസം, വ്യാജം കലർന്ന വിശ്വാസം അരുത്. നാം ദൈവ മക്കൾ എന്നുള്ള ബോധം എപ്പോഴും ഉള്ളിൽ കത്തിക്കൊണ്ടേയിരിക്കണം. 1 തിമോത്തിയോസ് 1:5 നമ്മെ പഠിപ്പിക്കുന്നു, വ്യാജമില്ലാത്ത വിശ്വാസം, കലർപ്പില്ലാത്ത വിശ്വാസം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രിയനാകുവാൻ കഴിയുള്ളൂ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11:6 നമ്മെ പഠിപ്പിക്കുന്ന ആ വിശ്വാസം അൺഫെയിൻഡ് ഫെയ്ത്ത്, ഉണ്മயான വിശ്വാസം, വ്യാജമില്ലാത്ത വിശ്വാസം. അതിൻ്റെ ഒരു സ്റ്റെപ്പ് നമ്പർ 1 മർക്കോസ് 1:15 മാനസാന്തരപ്പെട്ടുള്ള വിശ്വാസം. യോഹന്നാൻ 8:31 വന്ന് വിശ്വസിച്ച് മുങ്ങി എന്നുള്ളതല്ലാതെ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന വിശ്വാസം.
யோகன்னான் 8:31. பிலிப்பியர் 1:29 கர்த்தரை சகிச்சு கர்த்தாவினை விசுவசிக்கின்ற விசுவாசம். எபேசியர் 3:12 அவங்கள் ஆசிரியிச்சிட்டு கர்த்தாவு உதறி தள்ளியாலும் நான் அவனை விட்டு போவுகையே இல்லை. கடன் கூடியாலும் ரோகம் பிடிச்சு வளைச்சாலும் பாரியும் மக்களும் பர்த்தாவும் நின்று தள்ளிக்களஞ்சாலும் சமூகம் கூகி நிந்திச்சாலும் எனக்கு வேறாருண்டு, நான் அவனை விடுகையில்லை. എനിക്ക് വേറെ ഏഴ് ദൈവമുണ്ട്, ഞാൻ അവനെ വിടുകയില്ല. ആശ്രയിച്ച് അവങ്കലുള്ള വിശ്വാസം. എഫേസ്യർ 3:12 പ്രകാരം ബൈബിൾ ഒരു കാര്യം കൂടെ നന്നായി നമ്മെ പഠിപ്പിക്കുന്നത്. പെന്തക്കോസ്ത് അടുത്തപ്പോൾ അന്ന് യേശു ജെറുസലേമിൽ എത്തി യഹൂദന്മാർ കാണെ കർത്താവ് ബലത്ത അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവ് ബലത്ത അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് യേശുവിൽ വിശ്വസിച്ച്. പക്ഷെ അവിടെയോ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, യേശു അവരെ വിശ്വസിച്ചില്ല. ആമേൻ. സോ സാഡ്, സോ സാഡ്. ഈ അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അവർക്ക് യേശുവിൽ വിശ്വാസമുണ്ട്. യോഹന്നാൻ 2 അവസാന 3 വരികൾ വായിച്ചു നോക്കുക. അവരെ യേശുവിനെ അവർ വിശ്വസിച്ച്. പക്ഷേ ഈ വിശ്വസിച്ച ആളുകള് യേശുവിന് നന്ന അറിയുക കൊണ്ട് അവരെ വിശ്വസിച്ചു. യേശു തന്നെ അവർക്ക് ഏൽപ്പിച്ചില്ല. വാട്ട് അബൌട്ട് യുവർ കണ്ടീഷൻ? വാട്ട് അബൌട്ട് മൈ പ്ലൈറ്റ്? എൻ്റെ അവസ്ഥ എങ്ങനെ? നിങ്ങളുടെ അവസ്ഥ എങ്ങനെ? നമുക്ക് യേശുവിൽ വിശ്വാസമുണ്ട്. ജോലി തരും, കല്യാണം നടത്തി തരും, മക്കളെ തരും, വീട് തരും, പറമ്പ് തരും, വസ്തു തരും, രോഗം മാറും, ബലഹീനത മാറും, ഉയർത്തും, അനുഗ്രഹിക്കും. ഐ ഹാവ് ഫെയ്ത്ത് ഇൻ ഹിം. പക്ഷെ നേരെ മറിച്ച് അവന് നമ്മിൽ വിശ്വാസമുണ്ടോ? There ends. അവിടെയാണ് സമ്പൂർണം. അങ്ങനെ ഉള്ളവൻ ആരെ യേശു വിശ്വസിക്കുന്നുവോ അവൻ യേശുവിന് പ്രിയൻ. ആമേൻ. ഹല്ലേലൂയ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമാ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമാ. മകനറ്റ നാമത്തെ കീർത്തിപ്പാനായി ശക്തികരിക്കനിൻ ആത്മാവിന യാത്ര ചെയ്യും ഞാൻ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ. യേശുവിനാ ജീവൻ ആമേൻ, ആമേൻ. അങ്ങനെ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 4:4 ആബേൽ ദൈവത്തിന് പ്രിയൻ. ദാനിയേൽ 9:23 പ്രവാചകൻ ദാനിയേൽ ദൈവത്തിന് പ്രിയൻ. 2 സാമുവേൽ 12:24 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സാലമൻ രാജാ ദൈവത്തിന് പ്രിയൻ. യോഹന്നാൻ 19:26, യോഹന്നാൻ 20:2, യോഹന്നാൻ 21:7,
யோகன்னான் 21:20 യോഹന്നാൻ കർത്താവിൻ്റെ മാർബിടത്തിൽ ചാഞ്ഞ് ആശ്രയം കണ്ടെത്തിയ യോഹന്നാൻ ദൈവത്തിന് പ്രിയൻ. ക്രിസ്തു യേശു സ്വർഗത്തിൻ്റെ വാതിൽ. ഞാൻ അല്ലാതെ ഒരുവനും സ്വർഗത്തിൽ എത്തിച്ചേരുന്നില്ല. The gate of heaven. ദൈവത്തിന് പ്രിയൻ. മത്തായി 17:5. ആ വഴി നിങ്ങളും ഞാനും ദൈവത്തിന് പ്രിയർ. ആമേൻ, ആമേൻ. ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. വളരെ ചുരുക്കമായി കർത്താവിനെ നാം ഇന്ന് തൊടണം. കർത്താവ് നമ്മെ തൊടണം. നമ്മുടെ രോഗക്കെട്ടുകൾ മാറണം. നമ്മുടെ ദുഃഖവും കണ്ണുനീരും മാറണം. മക്കളില്ലാത്തവിടെ ഗർഭം അനുഗ്രഹിക്കപ്പെടണം. 4 ചക്രമില്ലാതെ എന്നും തെണ്ടി കടനെടുത്ത് നാളുകൾ നകർത്തുന്ന ആ അവസ്ഥ, ക്ഷയിച്ച അവസ്ഥ മാറണം. കർത്താവ് എന്നെ ഇന്ന് മാറ്റണം. കർത്താവ് വെറുക്കുന്ന സ്വഭാവം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ പ്രിയനായി മാറണം. ആമേൻ. കാലം കഴിയുന്ന നാളുകൾ പോയി കർത്താവിൻ വരവ് സമീപമാ. കാലം കഴിയുന്ന നാളുകൾ പോയി കർത്താവിൻ വരവ് സമീപമാ. മഹത്വ നാമത്തെ കീർത്തിപ്പാന ശക്തികരിക്കണി ആത്മാവീന യാത്ര ചെയ്യോ. അഗ്നി 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 ഓറ ബാലജൻ ധനദബ. അഗ്നി ഉയരത്തിലെത്തി 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 ഉയരത്തിലെത്തി. ഓരോ ആളുകളിലും ഓരോ വ്യക്തിയിലും അഭിഷേക തീ ഉള്ളില് വ്യാപരിക്കുന്നു. ആമേൻ, 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 ആമേൻ. സമൂഹത്തിൽ നിന്ദിക്കപ്പെടുന്ന, വിശ്വാസം നിമിത്തം സമൂഹത്തിൽ നിന്ദിക്കപ്പെടുന്ന 6 കുടുംബങ്ങളിൽ വല്ലഭന്റെ തിരുക്കരം വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. നിന്റെ ശത്രുവിനെ നീ ഇനി തേടി നോക്കിയാലും കാണുകയില്ല. ആമേൻ, ആമേൻ. ജോലിസ്ഥലങ്ങളിൽ നിനക്ക് ചില വ്യക്തികൾക്ക് വിരോധമായി പൊറുതിമുട്ടിക്കുന്ന ശത്രുവിന്റെ കൊമ്പ് മുറിയുന്നത് ഞാൻ കാണുന്നു. അഗ്നി അഗ്നി അഗ്നി. 2 വ്യക്തികളുടെ പ്രമോഷന് തടസ്സം നിൽക്കുന്ന തടസ്സ കല്ലുകളെ കർത്താവ് ഉരുട്ടിക്കളയുന്നതാ. ടീ 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 ടീ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ വലതുഭാഗത്തിൽ there is some problem in your stomach. വയറിൽ പ്രശ്നവുമായി എത്തിച്ചേർന്ന ഒരു സഹോദരി, ജീർണ സിസ്റ്റത്തിലാണ് പ്രശ്നം. ഇനി ഒരു ഡോക്ടറിനെ തൊടാതെ കർത്താവ് ഇപ്പോൾ സമ്പൂർണ്ണ സഭയ്ക്ക് മകളെ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്നു. ടീ 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 ടീ.
കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവ് സമീപമ കാലം കഴിയുന്നു. കൈകൾ തട്ടണം, എല്ലാരും കൈകൾ തട്ടി പാടണം, എല്ലാരും. ഓ ജീസസ് ജീസസ്. കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവ് സമീപമാകട്ടെ നാമത്തെ കീർത്തിപ്പാന ശക്തികരിക്കനിൻ ആത്മാവിന യാത്ര ചെയ്യോ. ആമേൻ 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 ആമേൻ. നന്ദി 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 യേശുവേ. നമ്പർ 1 ഉൽപ്പത്തി 4:4. യഹോവ ആബേലിന്റെ വഴിപാടിലും പ്രസാദിച്ചു. അതിന്റെ അർത്ഥം ആബേൽ യഹോവയ്ക്ക് പ്രിയൻ, ആബേലിന്റെ വഴിപാട് യഹോവയ്ക്ക് പ്രിയം. ആമേൻ. അപ്പൻ, ആബേലിന്റെ അപ്പൻ നിലത്തെ പൊടി കൊണ്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ സ്വന്തം ശ്വാസം അവൻ്റെ പ്രാണനായി നൽകി. അവൻ വാക്ക് കേട്ടത് സർപ്പത്തിൻ്റെ വാക്ക്. The cool of the day, Bible says God in heaven used to come down just to have a conversation in the early morning. സ്വർഗത്തിലെ ദൈവം എന്നും രാവിലെ, ഉൽപ്പത്തി പുസ്തകം 3:8 മലയാള വെർഷൻ ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: വെയിലാറിയപ്പോൾ കർത്താവ് അവരോട് സംസാരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത സമയം വെയിലാറിയപ്പോൾ. അപ്പോൾ അത് വായിച്ചാൽ തോന്നും വൈകുന്നേരം 4 മണിയെന്ന്. അല്ല, പകലിൽ കുളിർച്ചயான സമയം. തമിഴ് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പകലിൽ കുളിർച്ചயான സമയം. ദ കൂൾ ഓഫ് ദ ഡേ, അതിരാവിലെ പ്രഭാതം. ഒരു നാളിൻ്റെ കുളിർച്ചയായ സമയം, കുളിമயான സമയം രാവിലെ. പ്രാർത്ഥനയ്ക്കുള്ള സമയം 10 മണിയല്ല മക്കളെ, രാവിലെ 6 മണി തന്നെയാണ്. ആമേൻ ആമേൻ. The cool of the day. Adam, where are you? Adam, where are you? Did you sin? നിൻ പാപം ചെയ്തുവോ? അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഉൽപ്പത്തി 3:10 അക്രമം ചെയ്തവൻ, പാപം ചെയ്തവൻ ചെന്ന് മറഞ്ഞ്, ഞാൻ നഗ്നൻ. അവന്റെ നഗ്നത മറയ്ക്കുവാൻ സ്വന്തം കഴിവിൽ അവനൊരു റെമഡി കണ്ടുപിടിച്ചു. അത്തി ഇല തുന്നി അവനൊരു ഉടുപ്പുണ്ടാക്കി കൊടുത്തി. ഇന്ന് പലരും അങ്ങനെയാണ്. പാപമോചനത്തിനായി പാപം കൊണ്ടുവന്ന നഗ്നത മറയ്ക്കുവാൻ സ്വന്തം കഴിവിൽ മുട്ടയടിക്കും. മുട്ടയടിച്ചാൽ പാപം പോകത്തില്ല, പേന് പോകും. അവിടെ പോകും. അവിടെ അമ്മയെ കാണാൻ, അങ്കിളെ കാണുവാൻ, അങ്ങ് മല കയറുവാൻ ഈ ഒന്നും ഫലിക്കത്തില്ല മക്കളെ. ഇതാണെന്ന് ആദാം ചെയ്തത്. He sinned to hide the nakedness. ആ പാപം കൊണ്ടുവന്ന നഗ്നതയെ മറയ്ക്കുവാൻ നിലത്ത്
നിലത്തെ ഫലത്തിൽ ആശ്രയിച്ചു. അവിടെയാണ് ഫാൾ. നിലത്തെ ഫലം. നിലത്തെ ഫലം. അട്ടിമര ഇലയെ തുന്നി ഉടുപ്പുണ്ടാക്കി കൊടുത്തി കർത്താവ് പറഞ്ഞ് ഇത് പോരാ, നീ ചെയ്തത് നിന്റെ നഗ്നതയെ മറയ്ക്കാം, പക്ഷേ മോചനം വരണം. പാപം മോചനം വരണം. ചെയ്ത പാപം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഡാമേജ്, നഷ്ടം, കോണൽ, ഇടിവ്, ഹാനി, ഛേദം, അതിൻ്റെ പേരാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മോചനം. എബ്രായർ 9:22 മോചനം, തമിഴിൽ മன்னிப்பு. അത് വന്നാൽ മാത്രമേ ഡാമേജ് മാറുകയുള്ളൂ. പാപം മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുതന്ന ഡാമേജ്, വീഴ്ച, നഷ്ടം, ഇടിവ്. ഒന്ന് ജെറമ്യ 5:25 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പാപം ചെയ്തവന്റെ ജീവിതത്തിൽ ഒരു നന്മയും വരികയില്ല. മനസ്സിലായോ? The every transgression, your sin shall withhold every goodness into you. ഒരു നന്മയും ഇത് വിടുകയില്ല. ജെറമ്യ 5:25 വചനത്തിൽ ഒരു നന്മയും നീ അനുഭവിക്കാൻ വിടുകയില്ല. റോമർക്ക് എഴുതിയ ലേഖനം 7:11 നമ്മെ പഠിപ്പിക്കുന്നു, പാപം നിന്നെ ചതിക്കും, പാപം നിന്നെ കൊല്ലും. സദൃശവാക്യം 5:22 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നീ ചെയ്ത പാപം നിന്നെ പിടിച്ചടക്കും. നീ ചെയ്ത പാപം ഉൽപ്പത്തി 4:7 നിന്റെ പാർപ്പിടത്തിന്റെ പടിയിൽ വന്ന് കിടക്കും. പുറപ്പാട് 20:5 ചെയ്ത അക്രമം 4ാം തലമുറ വരാഞ്ഞടിക്കും. എസെക്കിയേൽ 18:4, എസെക്കിയേൽ 18:20 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നീ ചെയ്ത പാപം നിന്റെ ദേഹിയെ കൊല്ലും. ചെയ്ത പാപം ദൈവത്തിന് നമുക്കും നടുവിൽ ഒരു വലിയ ഭിന്നത ഉണ്ടാക്കും. സെപ്പറേഷൻ. ദാറ്റ് മീൻസ് യുവർ ഫ്രണ്ട് ഗാഡ് ഷാൽ ബിക്കം യുവർ എനിമി. നമ്മുടെ ദയാലുവായ ദൈവം നമ്മുടെ ശത്രുവായി മാറും. അതാണ് ഡാമേജ്. നഗ്നത മറച്ചാൽ പോരാ. നിലത്തെ ഫലം, അത്തിമരത്തിന്റെ ഇല കൊണ്ട് നിന്റെ നഗ്നത മറച്ചാൽ പോരാ. ഡാമേജ് പരിഹരിക്കപ്പെടണം, മോചനം പ്രാപിക്കണം. ഒറ്റ മാർഗമേ ഉള്ളു മക്കളെ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, എബ്രായർ 9:22 രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനം ഇല്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനം ഇല്ല. നഗ്നത മറയ്ക്കുവാൻ നിലത്തെ ഫലമായി അട്ടിമര ഇല കൊണ്ട് തുന്നി ഉടുത്തിയ ഉടുപ്പിനെ കർത്താവ് ഉരിഞ്ഞെടുത്ത്, ഇത് പോരാ, നിന്റെ മോചനത്തിന് ഇത് പോരാ. ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് അതിൻ്റെ തോലുരിച്ച് രക്തം ചൊരിഞ്ഞ്, രക്തം ചൊരിഞ്ഞ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അതിൻ്റെ തോല് കൊണ്ട് ആദാമിനെ ഹവ്വയെയും ദൈവം ഉടുത്തി. മോചനം, രക്തം കൊണ്ടുള്ള മോചനം. ആമേൻ. ഇവിടെ ആബേൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, വഴിപാട് ദൈവത്തിന് പ്രിയം. ആബേൽ ദൈവത്തിന് പ്രിയൻ, മറ്റവൻ അങ്ങനെയല്ല. കയീന്റെ വഴിപാടും ദൈവത്തിന് വെറുപ്പ്. കയീനും ദൈവത്തിന് വെറുപ്പ്. കാരണം അവൻ ദുഷ്ടൻ, അവന്റെ പ്രവൃത്തി ദുഷ്ടത. മൂന്നാമത് ദൈവം വ്യക്തിപരമായി സുന്ദർ സിംഗിനോട് സംസാരിച്ച ആ മർമ്മങ്ങളാണ് ദൈവം നിങ്ങളോട് ഇപ്പോൾ
തൻ്റെ ദാസൻ മുഖാന്തരം വിളമ്പിക്കൊണ്ടിരിക്കുന്ന അവിടെ നിലത്തെ ഫലം അത്തി മരത്തിൻ്റെ ഇലയെടുത്ത് ഉടുപ്പ് തുന്നി നഗ്നത മറച്ചത് കർത്താവ് പറഞ്ഞു ഇത് പോരാ, രക്തം ചൊരിഞ്ഞ് ആട്ടിൻ്റെ തോലെടുത്ത് അവൻ്റെ നഗ്നത മറച്ചതുപോലെ ഇവിടെ രണ്ടുപേർ, ഒരുവൻ നിലത്തെ ഫലം, മറ്റവൻ ആട്ടിൻകൂട്ടത്തിലെ ഫലം. ആമേൻ. മനസ്സിലായോ? രണ്ടുപേരും വന്നപ്പോൾ ഒന്ന് ദൈവത്തിന് വെറുപ്പ്, അത് അംഗീകരിക്കപ്പെടാത്ത യാഗം. ഒരുവൻ പാപം ചെയ്താൽ കർത്താവ് എഴുതി വെച്ച് ലേവ്യ 5:6 ഒരുത്തൻ അകൃത്യം ചെയ്താൽ, ഒരുത്തൻ പാപം ചെയ്താൽ കൊണ്ടുവരേണ്ടത് അത്തിമര ഇലയല്ല, നിലത്തെ ഫലമല്ല, അകൃത്യയാഗം, സിൻ ഓഫറിംഗായി ആട്ടുകുട്ടിയെ കൊണ്ടുവരട്ടെ. കൈകളെ തട്ടണം. ലേവ്യ 5-ാം അധ്യായം 6-ാം വചനത്തിൽ ദൈവത്തിന്റെ മനസ്സിലുള്ള പദ്ധതി, ഒരുവൻ പാപം ചെയ്താൽ, അകൃത്യം ചെയ്താൽ, അകൃത്യയാഗത്തിന് അവൻ എന്റെ മുമ്പിൽ രക്തം ചൊരിയുവാൻ നിലത്തെ ഫലമല്ല, കയീൻ നിലത്തെ ഫലമല്ല, ആബേൽ കൊണ്ടുവന്നതുപോലെ രക്തം ചൊരിയുവാൻ ആട്ടുകുട്ടിയെ കൊണ്ടുവരട്ടെ. അതാണ് ആബേൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞുള്ള വഴിപാട്. ആമേൻ. ദൈവത്തിൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് എന്ന് അറിഞ്ഞുള്ള പ്രാർത്ഥന. മനസ്സിലായോ? ചുമ്മാ കടകട പ്രാർത്ഥനയല്ല, ജൽപ്പന പ്രാർത്ഥനയല്ല, ഞാൻ എന്ന് ഉള്ള പ്രാർത്ഥനയല്ല. എന്നെ നിർമ്മിച്ച ദയാലുവായ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിൽ എന്തുണ്ട് അത് കയ്യിന് അറിഞ്ഞുകൂടാ. അവൻ കൊണ്ടുവന്നത് അത്തിയില, നിലത്തെ ഫലം. ആദാം ചെയ്തതുപോലെ കർത്താവ് പറഞ്ഞു അല്ല, അകൃത്യയാഗം ചെയ്യുവാൻ ആട്ടുകുട്ടിയെ കൊണ്ടുവാ. അത് ദൈവത്തിന്റെ മനസ്സിലുള്ളത്, അത് ആബേൽ അറിഞ്ഞ്. നിന്റെ ജീവിതത്തിൽ ജയം വേണമോ, അനുഗ്രഹം വേണമോ, ബലം വേണമോ, നീ ചിന്തിച്ചതും കൽപ്പിക്കുന്നതും ദൈവം നിനക്ക് നടത്തി തരണമോ? റോമർ 8:27 നമ്മെ പഠിപ്പിക്കുന്നു, the anointing, the Holy Spirit anointing within you shall let you know the mind of God in heaven. നീ പ്രാപിച്ചെടുത്ത അഭിഷേക ആത്മാവിൻ്റെ നിറവ് പരലോകത്തിൽ ഇരിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ മനസ്സിലുള്ള രഹസ്യം നിനക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ ആബേൽ ചെയ്തതുപോലെ കയീൻ ചെയ്തതുപോലല്ല. ദൈവത്തിൻ്റെ മനസ്സ് എന്താണ്? കൊണ്ടുപോകേണ്ടത് നിലത്തിൻ്റെ ഫലമല്ല, അകൃത്യയാഗത്തിനായി ദൈവം ആവശ്യപ്പെടുന്ന ആട്ടിൻകുട്ടിയിലെ ഒരു ഫലം. അവൻ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയൻ, ഇവൻ എൻ്റെ പ്രിയൻ. ഇവിടെ ചിന്തിക്കേണ്ടത്, നാം അറിഞ്ഞിരിക്കേണ്ടത് 10 വചനവും 40 പാട്ടുമല്ല, നാം അറിഞ്ഞിരിക്കേണ്ടത് പൊന്ന് തമ്പുരാന്റെ മനസ്സിൻ്റെ ഉള്ളിരിപ്പ്. നീ അത് അറിഞ്ഞാൽ ജയിക്കും, അറിഞ്ഞാൽ ജയിക്കും. അറിയുന്നവൻ, ദൈവത്തെ അറിയുന്നവൻ, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ച് നിന്ന് വീര്യം പ്രവർത്തിക്കും. ആമേൻ. ദാനിയേൽ 11-ാം അധ്യായം 32-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും, ചാഞ്ചാടത്തില്ല, ഉറച്ച് നിന്ന് അവൻ വീര്യം പ്രവർത്തിക്കും. കാരണം
ദൈവത്തെയും തന്റെ ഏകജാതനായ ക്രിസ്തുവിനെയും അറിഞ്ഞാൽ നിത്യജീവൻ എന്നല്ല ബൈബിൾ വചനം. അറിയുന്നത് തന്നെ നിത്യജീവനാണ്. ആമേൻ. പുതിയ കാലിൽ അനക്കമേ ഇല്ല. പുതിയ കാൽ അനക്കമില്ല. എല്ലാം കൈകൾ ഉയർത്തണം. പുതിയ കാലിൽ ഉള്ളവർ കൈകളെ തട്ടണം, രണ്ട് കൈയും. ആമേ ആമേ. യോഹന്നാൻ 17:3 വചനം നമ്മെ പഠിപ്പിക്കുന്ന പിതാവിനെയും പിതാവിന്റെ ഏകജാതൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഇവൻ അറിഞ്ഞവൻ, ഇവൻ ദൈവത്തിൻ്റെ മനസ്സിലുള്ള രഹസ്യം അറിഞ്ഞ് നിലത്തെ ഫലം കൊണ്ടുവരാതെ ജീവനുള്ള അകർത്തിയ യാഗത്തിന് ഉപയോഗമായ ആട്ടുകുട്ടിയെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞ്, എൻ്റെ മനസ്സ് അറിഞ്ഞ്, ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞ് ഇടുന്ന വഴിപാട് ചുരുട്ടിക്കെട്ടി വക്കീൽ പീസായി കൊടുക്കുന്നതല്ല. അവിടെ 5 കാശിനി കൊണ്ടു കൊടുക്കരുത്. ഇടുന്ന വഴിപാട് എണ്ണി തിട്ടപ്പെടുത്തി ആലയം നിർമ്മിക്കുന്ന സ്ഥലത്തിൽ വേണം നീ വഴിപാട് കൊടുക്കുവാൻ. എൻ്റെ മനസ്സ് അറിഞ്ഞ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആട്ടുകുട്ടിയെ കൊണ്ടുവന്നവൻ ആബേൽ. ആബേൽ പെട്ടകം നിർമ്മിക്കാൻ മഴ വരും. നോഗ അപ്പച്ചന് പെട്ടകം അറിഞ്ഞുകൂടാ, മഴയും കണ്ടിട്ടില്ല. പക്ഷെ ഒന്നറിയാം, ദൈവത്തിൻ്റെ മനസ്സ്. മനസ്സിലായോ? ആമേൻ 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 ആമേൻ. അഗ്നിമഴ അഗ്നിമഴ. ആമേൻ. നീതിമാനായ നോഹ എബ്രായർ 11:7 ദൈവം കൽപ്പിക്കുന്ന പെട്ടകം എന്തെന്ന് നോക്കിക്കറിഞ്ഞുകൂടാ. ദൈവം അരുളി ചെയ്ത മഴ എന്തെന്ന് നോക്കിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അരുളി ചെയ്ത ആണ്ടവന്റെ മനസ്സിൽ ഉള്ളത് അവന് നന്നാ അറിയാം. ആകയാൽ അവൻ ദൈവത്തിന് പ്രിയൻ. പോകാം, നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായി തീരും. എവിടെ പോകണമെന്ന് എബ്രായർ 11:8 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആബ്രഹാമിന് അറിഞ്ഞുകൂടാ, പക്ഷെ ആബ്രഹാമിന് ദൈവത്തിൻ്റെ മനസ്സ് നന്നറിയാം. ആകയാൽ അവൻ ദൈവത്തിന് പ്രിയൻ. പെട്ടെന്നാണ് ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി. ഈ ആണ്ടിൽ, അടയാണ്ടിൽ ഒരു കുഞ്ഞിനെ തരണമേ എന്നല്ല പ്രാർത്ഥന, ഒരു പുരുഷ സന്താനത്തെ തരണമേ. എന്തിന്? ഞാൻ മടക്കിത്തരും. വീട്ടിൽ കൊണ്ടുപോയാ പോരെ? പൂവും കേക്കും വെട്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി സിനിമയും കണ്ട് ജീവിച്ചാൽ പോരെ? I will give him back. She was very particular. ഒരു പുരുഷനെ തന്നെ തരണമേ. കാരണം അവിടെ വേല ചെയ്യുവാൻ, കർത്താവിനെ സേവിക്കുവാൻ, ധൂപകലശം പിടിപ്പാൻ, ഒരാളും നശിച്ചു പോകാതെ ഇടയിൽ നിൽപ്പാൻ ഒരു മോനെ തരണമേ. കർത്താവ് പോലെ എഴുതി കൊടുത്ത് ഒരു മോനെ കൊടുത്ത്. കാരണം അന്ന് ധൂപകലശം കയ്യിൽ പിടിച്ച് ജനസമൂഹത്തെ രക്ഷിക്കുവാൻ പുരോഹിതന്മാരാക്കപ്പെട്ട, ദൈവത്താൽ പുരോഹിതന്മാരാക്കപ്പെട്ട ആളുകൾ കയ്യിൽ ധൂപകലശം പിടിക്കേണ്ടവൻ. 1 സാമുവേൽ 2:13 മുപ്പല്ലി പിടിച്ച്. മനസ്സിലായോ? ധൂപകലശം പിടിച്ച് ആത്മീക ശുശ്രൂഷ ചെയ്യേണ്ടവൻ, ഉപവസിച്ച്
വചനം ദൈവസൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ദൈവജനത്തെ പുൽപ്പിറ്റിൽ നിന്ന് വചനം അറിയിച്ച് ജനത്തെ സ്വർഗത്തിൽ കയറ്റിവിടേണ്ട പുരോഹിതൻ 4 മുളം വെള്ളത്തുണിയും ഇടയ്ക്കൊരു കറുത്ത കെട്ടും കെട്ടി ഓട്ടുപിടിത്തം അതേ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ധൂപകലശം കയ്യിലേന്തി മധ്യസ്ഥ പുരോഹിതൻ 1 സാമുവേൽ 2:13 കയ്യിൽ മുപ്പല്ലിയും കൊണ്ട് യാഗത്തിന് അവിക്കപ്പെടുന്ന ആട്ടിന്റെ ചന്തുവിനെ കുത്തി തിന്നും. അതാണ് ഇവൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഒരു സന്താനം എനിക്ക് വേണ്ടാമപ്പ, നിന്നെ സേവിക്കുന്ന ഒരു പുരുഷൻ. അതാണ് ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞുള്ള പ്രാർത്ഥന, ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞുള്ള വഴിപാട്, ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞുള്ള വിശ്വാസ ജീവിതം. അവൻ ദൈവത്തിന് പ്രിയൻ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. അന്ത്യം വരെ വാഴുവാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ ആഴലേറും ജീവിതത്തിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുടോം നിനക്കവൻ വേണ്ടതല്ല, തുടർന്നിടുക ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും വിദേശ രാജ്യങ്ങളിൽ നിങ്ങളുടെ രക്തങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് എഴുന്നേൽക്കാം. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ്, ഏത് രാജ്യമായാലും പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ്. ഒന്ന് എല്ലാവരും കണ്ണുകളടയ്ക്കാം. ഒന്ന് മുമ്പിൽ വരാമോ? ഓ, ആരും കണ്ണുകൾ തുറക്കരുത്. റബ ലജ്ജന. നിങ്ങൾക്കൊരു കാര്യമറിയാമോ? ഡോഥാൻ പട്ടണത്തിൽ കർത്താവിൻ്റെ കൺമണി എലീശ ഇരുന്നപ്പോൾ ശത്രു സൈന്യം ആ പട്ടണത്തെ ചുറ്റും വളഞ്ഞു. പക്ഷെ അവിടെ ഉള്ളത് ഒരു മനുഷ്യനല്ല, ദൈവത്തിൻ്റെ കൺമണിയാണ്. പട്ടണം വളഞ്ഞിട്ടും പട്ടണം ഡോഥാൻ പട്ടണം വളഞ്ഞിട്ടും ദൈവത്തിൻ്റെ അഗ്നി രഥം പട്ടാളത്തെ വെട്ടിച്ചുകൊണ്ട് എലീശയെ ചുറ്റും വളഞ്ഞിനെന്ന്.
അതേ കൃപ നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ രക്തത്തിൽ, അവരായിരിക്കുന്ന രാജ്യത്തിൽ, അവരായിരിക്കുന്ന പട്ടണങ്ങളിൽ ഓ സ്വർഗം അഭിഷേക തീ ഊറ്റുന്നു 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 ഊറ്റുന്നു. യെസ് യെസ് യെസ്. എലിശയുടെ ചുറ്റും നിന്ന് അഗ്നി. ടീ 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 ടീ. യെസ്, ദേ ആർ പ്രൊട്ടക്റ്റഡ്. സംരക്ഷിക്കുന്നവൻ, സംരക്ഷിച്ചു മാത്രമല്ല അവർക്ക് വേണ്ടത് അവൻ ചെയ്യുന്നു. ഇതുവരെ തടസ്സപ്പെട്ട് നിന്ന ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവാകുന്നു. ഈ നാളുകളിൽ നിറവാകുന്നു. നന്ദി 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 നന്ദി. മരുഭൂപ്രയാ പോകാം പോകാം. ഒരു നല്ല നായകൻ നിനക്കില്ലയോ? മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ തുടർന്നിടുക ആഴലേറും ജീവിതമരുവിൽ. നീ തളരുകയോ ഇനി സഹജേ? ആഴലേറും മരുവിൽ നീ തളരുകയോ? വിദ്യാർത്ഥികൾ എല്ലാവരും നീറ്റ് മുതൽ PG നീറ്റ് വരെ UPSC പരീക്ഷ 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി തീർത്തവർ ഒന്ന് ഇരുന്ന സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി. വിദ്യാർത്ഥികൾ എഴുതിയവർ, എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതാൻ പോകുന്ന മക്കൾ, എനി ടൈം ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷയായിരിക്കാം. കണ്ണുകൾ അടയ്ക്കാം. അപ്പാ, ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന അറ്റംപ്റ്റ് വെറും ഒരു വിജയമല്ല അപ്പാ, ഉന്നത വിജയം നൽകണമേ, ഉന്നത വിജയം നൽകണമേ. യെസ് യെസ് യെസ്. കർത്താവിൻ്റെ കരം ഇവിടെ ശിരസിൽ പതിയട്ടെ പതിയട്ടെ പതിയട്ടെ. ഓ ഓ യേശുവേ യേശുവേ യേശുവേ, തൊട്ടതിനായി നന്ദി നന്ദി. ഇരിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തുണാരുമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക്, സഹായിക്കുന്ന ആളല്ല, നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ള ഒന്ന്. രണ്ടാമത് വിധവ, ആണോ ആയാലും പെണ്ണായാലും വിധവയായി പാർക്കുന്നവർ. ഒന്ന് എഴുന്നേൽക്കാമോ? ആരും കണ്ണുകൾ തുറക്കരുത്. കർത്താവിൻ്റെ കരം ഈ പൊന്ന് കൺമണികളിൽ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. കർത്താവ് കൂട്ടിന് ഉണ്ട്, കർത്താവ് കൂട്ടിന് ഉണ്ട്. യേശ്, തൊട്ടതിനായി നന്ദി നന്ദി നന്ദി. ഇരിക്കാം. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല അവൻ വേണ്ടതല്ല. ആമേൻ ആമേൻ. ഇടുക ആഴലേറും മരുവിൽ ആഴലേറും മരുവിൽ
നമ്പർ 2, രണ്ടാമത് ദാനിയേൽ 9:23 അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദാനിയേൽ യഹോവയ്ക്ക് പ്രിയൻ. എങ്ങനെ ദാനിയേൽ ദൈവത്തിന് പ്രിയൻ ആയത്? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ചക്രവർത്തി മഹാരാജാവിൻ്റെ കൽപ്പന, എല്ലാവരും തിരുമേനിയായ മഹാരാജാവായ എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ഏതൊരു ദൈവന്റെ പേര് വിളിച്ചും ദൈവനോട് നിങ്ങൾ ആരും പ്രാർത്ഥിക്കരുത്. അവിടെ ദാനിയേൽ 6-ാം അധ്യായത്തിൽ ഞാൻ ചുരുക്കുന്ന ശ്രദ്ധിക്കണം. എല്ലാവരും രാജാവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചപ്പോൾ ഒരുത്തൻ മാത്രം മാറി നിന്ന് കൈകളെ തട്ടുക. പലരും വിശ്വാസ ജീവിതം, വിശ്വാസ പഥ്യം, സൗണ്ട്നെസ് ഓഫ് യുവർ ഫെയ്ത്ത് വിട്ടുകൊടുക്കാറുണ്ട്. അമ്മാവൻ പോയി, അപ്പൻ പോയി, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞ്, അപ്പുറത്ത് വീടും ഇപ്പുറത്ത് വീടും ഇങ്ങനെയാണ്, അവർ പോയിക്കൊള്ളട്ടെ, നരകത്തിൽ അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷെ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ഒരു സീറ്റ് ദൈവം വച്ചിട്ടുണ്ട്, അവർ പോയിക്കൊള്ളട്ടെ. എല്ലാവരും രാജാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ദാനിയേൽ മാത്രം സ്വർഗത്തിലെ മഹാരാജാവിനോട് പ്രാർത്ഥിക്കുവാൻ ഓടി. ആത്മീക ജീവിതത്തിൽ ദൈവ പൈതലെ നിനക്കൊരു വേഗത വേണം. ഓടി ദൈവസന്നിധി വിട്ട് എന്നും പ്രാർത്ഥിക്കുന്ന സ്ഥലം അവൻ അന്വേഷിച്ചു ഓടി. തൻ്റെ പാർപ്പിടത്തിൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽകൾ തുറന്നിട്ട് അവൻ അന്നും പ്രാർത്ഥിച്ച്. എന്തിന് കിളിവാതിൽ തുറന്നത്? കാറ്റടിക്കാൻ വേണ്ടിയോ? പ്രാർത്ഥിക്കുമ്പോൾ ചൂട് വരും, കാറ്റിന് വേണ്ടിയോ? ഇവിടെ കാണുന്നവൻ കണ്ടോ, ഇനിയും ഞാൻ പ്രാർത്ഥിക്കും. രാജാവെ കണ്ടോ, ഇനിയും ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയുള്ളൂ. ഒരുവൻ ഒറ്റയ്ക്ക് കർത്താവ് അന്വേഷിക്കുന്നത് നിന്റെ നാട്ടിൽ, നിന്റെ പള്ളിയിൽ, നിന്റെ ഉദ്യോഗസ്ഥലത്ത്, പോക്കുവരവിൽ ഒരുവനെ ദൈവം അന്വേഷിക്കുന്ന ഒരുവനുണ്ടോ? നോക്ക ഉൽപ്പത്തി 6:9 തൻ്റെ തലമുറയിൽ ഏക നീതിമാൻ. മതിയോ? തൻ്റെ തലമുറയിൽ ഏക നീതിമാൻ. ഉൽപ്പത്തി 6:9 മല്ലൻ ഗോലിയാത്ത് വെല്ലുവിളി ഉയർത്തിയപ്പോൾ വെല്ലുവിളി ഏറ്റെടുത്തത് സൗൽ പൊക്കമുള്ളവൻ പേടിച്ചു ഒതുങ്ങിയെങ്കിലും ദാവീദ് എന്നുള്ള ഒരുവൻ. ആമേൻ. 1 ശമൂവേൽ 17:11-36-40 ഒരുവൻ മാത്രം മുമ്പിൽ വന്ന്, നോഹ എന്നുള്ള ഒരുവൻ, ദാവീദ് എന്നുള്ള ഒരുവൻ. 450 കള്ളപ്രവാചകന്മാർ, അവിടെ ദൈവങ്ങൾ കുന്നുപോലെ കുറുത്ത്, കുരങ്ങും ദൈവം, പാമ്പും ദൈവം, ഉണ്ടാക്കി വെച്ച എല്ലാം ദൈവമായപ്പോൾ ഒരുവൻ കാർമേലിൽ കയറി. മക്കളെ, ഇതൊന്നുമല്ല ദൈവം. ഇപ്പോൾ ദൈവത്തിൻ്റെ കരം ഇറങ്ങി തീ ഇറക്കും. അവനാണ് ദൈവം. എലീജ എന്നുള്ള ഒരുവൻ ടൗൺ ഹാളിൽ നടന്നപ്പോൾ 10,000 പേർ പങ്കെടുക്കും. ഊട്ടുപുര, മെയിൻ ഹാൾ, ഗാർഡൻ, മുറ്റം, പോലീസ് വരും റോട്ടിൽ നിൽക്കുന്നവരകത്താക്കാൻ. ഇവിടെ ഹാൾ ഉദ്ഘാടനം നടന്നപ്പോൾ വന്നത് 300 പേർ.
എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എല്ലാം സ്ഥലം വിട്ട്. കർത്താവ് ചോദിച്ച്, എല്ലാവരും പോയാലും എൻ്റെ പൊന്നുമോനെ നീ നിൽക്കുമോ? നീ നിൽക്കുമോ? ചില ആളുകളെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ടോ ഇങ്ങോട്ട് പിടിച്ച് വിടാൻ പറഞ്ഞു. എല്ലാ പോലീസ് സ്റ്റേഷനിലും എനിക്ക് കൺട്രോളുണ്ട്, ദൈവത്തിൻ്റെ ഭക്തൻ എന്നുള്ള രീതി. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ ആളെ പിടിച്ച് വിടാൻ പറഞ്ഞ്, മക്കളില്ലാതിരുന്ന് മക്കളെ കിട്ടി കോവിഡിൻ്റെ കെയറാഫിൽ കിടന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നില്ല, സമയമില്ല. നിലനിൽക്കുന്നവൻ കിരീടം പ്രാപിക്കും, മറ്റവനെ കൊണ്ടുപോയി നരകത്തിൽ ഉപ്പിടും. മർക്കോസ് 9:41. ഒരുവൻ സത്യത്തിനായി ഒരുവൻ. കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടമും ഊടാടിയപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നെഹെമ്യ 9:8 വിശ്വസ്ത ഹൃദയം ഉള്ളതായി ദൈവം കണ്ടത് ആബ്രഹാം എന്നുള്ള ഒരുവൻ. ആമേൻ. പൗലോസിനെ കർത്താവ് വിളിച്ച്, പൗലോസ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ഒരു ടീം കൂടെ. അവസാനം പൗലോസ് തിമോത്തിയുസിന് ലേഖനം എഴുതുമ്പോൾ തൻ്റെ ഹൃദയം പൊട്ടുന്നു. തിമോത്തിയുസേ, വേഗം വാ, ഞാൻ ഒറ്റയ്ക്ക്. 2 തിമോത്തിയുസ് 4. Come quickly, I am alone. തിമോത്തിയുസേ, വേഗം വാ, ഞാൻ ഒറ്റയ്ക്ക്. തേമാസ് പോയി, തികിക്കോസ് പോയി, ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ പോയി. All deserted me. 2 തിമോത്തിയുസ് 4:16 എല്ലാരും എന്നെ കൈവിട്ട്, നീ വേഗം വാ. ജാൻ മാർക്കോസ് പോയി, ആദ്യം തന്നെ. അപ്പോസ്തലർ 13:13 എല്ലാവരും പോയി. എൻ്റെ കൂടെ ഉള്ളത് ഞാൻ മൂടുന്ന പുതപ്പ്. വായിച്ച് നോക്കുക. ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. പൗലോസ് എഴുതുന്നു 2 തിമോത്തിയുസ് 4:13 എൻ്റെ കൂട്ട്, എൻ്റെ പുതപ്പ് മാത്രം, നീ വേഗം വാ. ദാനിയേൽ ദൈവത്തിൻ്റെ പ്രിയൻ ആയതിൻ്റെ രഹസ്യം ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ സാക്ഷിയായി നിന്ന്. ആമേൻ. കള്ള് കുടിക്കാൻ 10 കൂടെ കിട്ടും, സെക്കൻഡ് ഷോ കാണാൻ ഒരു 20 കൂടെ കിട്ടും, അനക്കെ കൂട്ട് കിട്ടും. ഇതിന് ആരെയും കിട്ടിയില്ല എങ്കിലും നീ ഒറ്റയ്ക്ക് നിന്നാൽ സ്വർഗം താണിറങ്ങും. ആമേൻ, ആമേൻ. 2 സാമുവേൽ 12:24 സാമുവേൽ രാജാവിനെ കുറിച്ച് ദൈവം അരുളി ചെയ്യുന്നു, യഹോവ സോളമനെ സ്നേഹിച്ചു. അതിൻ്റെ അർത്ഥം സോളമൻ യഹോവയ്ക്ക് പ്രിയൻ. എന്തു വേണം? എന്തു വേണം? രാജാവിന് എന്തു വേണം? ശത്രു സംഹാരം വേണം, ദീർഘായുസ് വേണം, സമ്പത്ത് വേണം. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 1 രാജാക്കന്മാർ 3:5-6 താഴെ വായിച്ചു നോക്കണം. ഇത് ഒന്നും സോളമൻ രാജാ ദൈവത്തോട് ചോദിക്കാതെ, ഞാൻ ധീരബാലൻ, എൻ്റെ അപ്പൻ വലിയ മനുഷ്യൻ എന്ന കസേരയിൽ ഞാൻ ഇരിക്കുന്നു, ഇതൊന്നും ചോദിക്കാതെ എനിക്ക് നേരുള്ള നന്മ തിന്മകളെ തിരിച്ചറിയുന്ന നേരുള്ള വിവേകമുള്ളൊരു ഹൃദയം തമ്പുരാൻ എനിക്ക് തരണമേ. അവിടെ ചോദിച്ചതും നൽകി, ചോദിക്കാത്ത ശത്രു സംഹാരം, സമ്പത്ത്, ദീർഘായുസ് നൽകി. വേറെ ഒരു കാര്യം കൂടെ ദൈവം നൽകി, മഹത്വം. മഹത്വം.
രാവിലെ 6 മണിക്കുള്ള ആരാധന മിനിസ്ട്രി ഓഫ് ജീസസിന് ദൈവം നൽകിയ മഹത്വം. നിന്റെ മുമ്പിൽ വചനം പ്രസ്താവിക്കുന്നത് കീബോർഡ് പഠിച്ച സുന്ദർ സിംഗ് അല്ല, സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഹൈ റാങ്കിങ് ഓഫീസർ. അത് നിനക്ക് ലഭിച്ച മഹത്വം. മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പോ പാട്ടുപാടും, സ്വോത്രക്കാഴ്ച എടുക്കും. സഞ്ചിയുമായി 10 പേര് വിടാതെ ഇന്ന് വരെ നാം ഈ കൂട്ടായ്മ 40 വർഷമായി നടത്തുന്നത് ദൈവം നമുക്ക് തന്ന മഹത്വം. മനസ്സിലായോ? മനസ്സിലായോ? മഹത്വം നൽകി. എന്തിന്? കേട്ടതും നൽകി, കേൾക്കാത്തതും നൽകി, മഹത്വം നൽകി. എങ്ങനെ? ചിലരുടെ ദൈവം വയറ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയർ 3:19-20. അത് സാലമൻ അറിഞ്ഞു. ഇതൊക്കെ വയറാണ്, സമ്പത്തും പണമുമൊക്കെ വയറുമാണ്. പക്ഷേ അവൻ ചോദിച്ചത്, എൻ്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അതിന് നേരായ ഹൃദയം എനിക്ക് തരണം. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിച്ചാൽ അതോടുകൂടെ എല്ലാം ദൈവം തരും. എല്ലാം ദൈവം തരും. അങ്ങനെ വിശ്വാസത്തിൻ്റെ അന്തം ആത്മാവിൻ്റെ രക്ഷ. ബൈബിളിലുണ്ട്. എടുക്കണം, ബൈബിൾ എടുക്കണം. 1 തിമോഥെയോസ് 1:9 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ ക്രിസ്തു അർപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ അന്തം ദേഹരക്ഷയല്ല, ആത്മാവിൻ്റെ രക്ഷയാണ്. ഇത് സോളമന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായവൻ ദൈവത്തിന് പ്രിയൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ബൈബിളിൽ 5 സ്ഥലത്തിൽ ദൈവത്തിൻ്റെ പ്രിയൻ. യോഹന്നാൻ 19:26, യോഹന്നാൻ 13:23, യോഹന്നാൻ 20:2, യോഹന്നാൻ 21:7, യോഹന്നാൻ 21:20. ഈ വചനങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ പ്രിയനായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യോഹന്നാൻ എങ്ങനെ പ്രിയനായി? അവസാനം യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന ഏക പുരുഷൻ യോഹന്നാൻ. നല്ല ചാപ്പാടും മുറുക്കും മിക്സറും കള്ളും കൊള്ളും തേനും ഡൈനിങ് ടേബിളും ബന്ധുക്കളും 4 ചക്രമും ഉദ്യോഗം സൗന്ദര്യമും ഉള്ളപ്പോൾ കൂട്ടുകൂടി തിന്നാൻ 10 കിട്ടും. ഇതൊക്കെ ഒന്നൊന്നായി നഷ്ടപ്പെട്ടിനി ഏകനാകുമ്പോൾ ഇതിൽ ഒരുത്തനെ പോലും നിന്റെ കൂടെ കാണുകയില്ല. നീ കരഞ്ഞാൽ നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നവൻ ഈ കറുത്ത പുസ്തകത്തിൻ്റെ കർത്താവ് മാത്രമാണ്. അത് മനസ്സിലാക്കണം. ഇപ്പോൾ യേശു ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടേയില്ല. യേശുവിന് ആഹാരത്തിൽ കൈ വയ്ക്കാൻ സമയമില്ലാതെ ഉള്ള മിനിസ്ട്രി ഉണ്ടായിരുന്നതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അത്ര ബിസി. മർക്കോസ് 3:20, കൈ വച്ച് ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും ജനം വിട്ടില്ല. അത്ര തിരക്കേറിയ മിനിസ്ട്രി. കപ്പർനഗൂമിൽ കൂര പൊഴിച്ച് ഒരുത്തനെ ഇറക്കിയവനെ സൗഖ്യമാക്കിയ ഇൻസിഡന്റ് മർക്കോസ് 2:2 ജനം ഇളകി. കപ്പർനഗൂം പട്ടണം ഇളകി, യേശുവിൻ്റെ പിന്നാൽ വന്ന്. മർക്കോസ് 3:7 അങ്ങനെ ഗലിലയിൽ വന്നപ്പോൾ ഗലിലയിലുള്ള ആളുകൾ ഇളകി. അപ്പോൾ രണ്ട് പട്ടണമായി.
8-ാം വചനത്തിൽ യഹൂദയിൽ വന്നപ്പോൾ യഹൂദയിലുള്ളവർ ഇളകി. അപ്പൊ 3 പട്ടണമായി. അടുത്ത് ഏദോം, സോറ്, സീഡോൻ, യോർദാന്റെ അക്കര, ചുറ്റുമുള്ള പട്ടണം എല്ലാം ഇളകി കർത്താവിൻ്റെ പുറകിൽ അനുഗമിച്ച് തിക്കി തിരക്കിയപ്പോൾ കർത്താവ് കടലിൽ ചാടി ഒരു ബോട്ട് ക്രമീകരിച്ചു. അങ്ങനെ ബോട്ടിലിരുന്ന് പ്രസംഗിച്ചു. ഇത്ര തിരക്കേറിയ എൻ്റെ അപ്പൻ കുരിശിലായപ്പോൾ ഒരുത്തൻ മാത്രം. അതാണ് കർത്താവ് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയൻ. ആമേൻ. അതിൻ്റെ അർത്ഥം മരണപര്യന്തം വിശ്വസ്തത. അതാണ്. വന്ന് ചിരങ്ങ് മാറി മുങ്ങി വന്ന് കുഞ്ഞിനെ കിട്ടി. പിന്നെ കുഞ്ഞിന് ബ്ലീഡിങ് ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ വരും പതുക്കെ. ദൈവം വെറുക്കുന്ന വ്യക്തികൾ. ഞാൻ വീണ്ടും പറയും, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് ഞാനിവിടെ കൊണ്ടുവന്ന ആളുകളുണ്ട്, ഇവിടെ വന്ന് നന്മ പ്രാപിച്ചു. ഈ 6 കൊല്ലം മുങ്ങിക്കിടന്നിട്ട് മരണപര്യന്തം വിശ്വസ്തത. ആമേൻ. അവൻ ദൈവത്തിന് പ്രിയൻ. അവസാനം മത്തായി സുവിശേഷം 17-ാം അധ്യായം 5-ാം വചനത്തില് പിതാവാം ദൈവം അരുളിച്ചെയ്യുന്നു, എലീജ അല്ല എൻ്റെ പ്രിയൻ, മോശയല്ല പ്രിയൻ. 3 കുടിൽ. പത്രോസേ, നീ ഇടരുത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്ക. അവസാനം ഏകജാതൻ, ആദ്യജാതൻ, നമ്മുടെ രക്ഷിതാവ്, പിതാവാം ദൈവത്തിന് പ്രിയൻ. എങ്ങനെ? കർത്താവ് അരുളിച്ചെയ്യുന്നു, യോഹന്നാൻ 14:6, ഞാൻ മുഖാന്തരം അല്ലാതെ ഒരുവനും സ്വർഗത്തിലെത്തിച്ചേർന്നില്ല. കേട്ടോ? അഡ്ജസ്റ്റ്മെന്റ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റ് നടത്താം. സുവിശേഷത്തിൽ വചനത്തിൽ മായമില്ല. കണ്ണുകളിരുന്ന് ഉരുട്ടരുത്. മാനസാന്തരപ്പെടണം. ഞാൻ, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അല്ലാതെ, ക്രിസ്തു എന്നുള്ള ഞാൻ അല്ലാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. ഇനി എന്ത് വേണം വേറെ വചനം? അത്ര അതോറിറ്റി ഉള്ള കർത്താവ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ 5, 6, 7, 8 അങ്ങ് താഴെ, ദൈവരൂപത്തിൽ യേശു സ്വർഗത്തിലിരിക്കെ, ദൈവത്തിന് സമനായ യേശു സ്വർഗത്തിലിരിക്കെ എല്ലാം അവൻ ഒഴിച്ചു. emptied himself. എല്ലാം ഒഴിച്ച് ഒരു തച്ചൻ്റെ മകനായി ഭൂമിയിലിറങ്ങി. രാജാവാകുവാനല്ല, 10 പേർക്ക് അപ്പം കൊടുത്തപ്പോൾ ഇവനെ പിടിച്ച് രാജാവാക്കുവാൻ ചില ആളുകൾ ശ്രമിച്ചു, ഓടിപ്പോയി കളഞ്ഞു. യോഹന്നാൻ 6:15. എല്ലാം ഒളിച്ച് ക്രൂസിലെ മരണത്തോളം ഇഞ്ച് 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 നാട്ടി നറമ്പുകളായ എൻ്റെ അപ്പൻ തകർക്കപ്പെട്ട് അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഐസയ്യാ 53:10 എല്ലാറ്റിനും എല്ലാമായിരുന്നവൻ ഉടുതുണി പോലും കള്ളന്മാർ ഭരിച്ചെടുത്ത് രോമമിട്ട് വെച്ചില്ല, ക്രൂസിൽ കയറ്റി അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് അത് മുഖാന്തിരം നിനക്കും എനിക്കും സ്വർഗത്തിലെ വാതിൽ തുറന്ന് അതിന് തന്നെ ഒഴിച്ച ക്രിസ്തു പിതാവാം ദൈവം അരുളിച്ചെയ്യുന്നു, എൻ്റെ പ്രിയൻ. ക്രിസ്തു പിതാവിൻ്റെ പ്രിയൻ ആണെങ്കിൽ ഗലാത്യർ 3:26 ആ പ്രിയനിൽ നീ വിശ്വസിച്ചാൽ
ആ പ്രിയനായ ക്രിസ്തുവിൽ യവൻ ഒരുവൻ വിശ്വസിക്കുന്നുവോ അവൻ പിതാവിന് പ്രിയൻ. അതാണ് യോഹന്നാൻ ലേഖനത്തിൽ 3 യോഹന്നാൻ 1:2 കർത്താവ് വിളിക്കുന്നത് പ്രിയനേ, പ്രിയനേ, ബിലവേഡ്. പ്രിയനേ, ആർ ദൈവത്തിന് പ്രിയൻ? നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായിരിക്കണം. നിന്റെ ശരീരം ശുഭമായിരിക്കുന്നത് പോലെ എന്നല്ല വചനം. കേട്ടോ, കേട്ടോ. രാവിലെ ഒരാൾ വിളിക്കുന്നത്, അയ്യോ ബ്രദറെ, രാവിലെ എഴുന്നേൽപ്പോ ഒരു പോരായ്മ പോലെ. എല്ലാവർക്കും തന്നെ അങ്ങനെ, എല്ലാവർക്കും തന്നെ അതിന് വിളിക്കണമോ? എല്ലാവർക്കും തന്നെ. മനുഷ്യരുടെ ജീവിതം സുഖജീവിതം അന്വേഷിച്ചുള്ള ഓട്ടമാണ്. ആ വിളിച്ചവന് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ എന്ന് പോലും അറിഞ്ഞുകൂടാ. സുഖം, ക്രിസ്തീയ ദൈവഭൈതലേ, സുഖം ശരീരത്തിനല്ല, സുഖം ആത്മാവിന് വേണം. പ്രിയനേ എങ്കിലേ പ്രിയനാകാൻ പറ്റത്തില്ല. ഈ ശരീരം നിങ്ങളെല്ലാവർക്കും തരേണ്ട ഷുഗർ ഇതിലുണ്ട്. കേട്ടോ, മൊത്ത വ്യാപാരമാണ്. ഷുഗറിൻ്റെ മൊത്ത വ്യാപാരിയാണ് സുന്ദർശൻ. പിന്നെ ഇതിൻ്റെ അകത്തൊരു സ്റ്റെൻഡ് ഇട്ടിട്ടുണ്ട്. 14 കൊല്ലം അവിടെ അത് അനങ്ങത്തില്ല. അനങ്ങിയ വിവരം അറിയും. ഈ ഓട്ടം തികക്കേണ്ടി വന്നിട്ടില്ല. ഇതൊക്കെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം. ഇപ്പം നടന്നാൽ ഞാൻ ട്രിവാൻഡ്രം വരെ നടക്കും. എൻ്റെ വയസ്സുള്ള ആരെങ്കിലും, എൻ്റെ പകുതി വയസ്സുള്ള ആരെങ്കിലും നടക്കാൻ പറ്റുമോ? പകുതി ദൂരം. ദൈവം എന്നെ നടത്തുന്നു, ദൈവം എന്നെ താങ്ങുന്നു. പ്രിയനേ, ശരീര സുഖമല്ല പ്രിയനേ, ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണം. അങ്ങനെ ദൈവത്തിന് പ്രിയൻ ആയിക്കൊള്ളുക. നമുക്ക് എഴുന്നേൽക്കാം. തീ 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 ടീ 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 റബ ജനശാലകം ധനഡബ. ആമേൻ, ആമേൻ. കൈകൾ ഉയരണം, 2 കൈകളും ഉയരണം. ഉയർത്തിയ കൈകൾ തട്ടണം. കൈകൾ കൊട്ടുവിൻ, കൈകൾ കൊട്ടുവിൻ. ദൈവം മുമ്പായി കൈകൾ കൊട്ടുവിൻ. ശക്തിയോട്, ശക്തിയോട്, ശക്തിയോട്. ആമേൻ, 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 ആമേൻ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദോ. ഓ, ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ എൻ്റെ രക്ഷിതാ. കൈകൾ ഉയർത്തി കൈകൾ തട്ടണം. ഇസ്രായേൽ
ഇസ്രായേലിൻ സ്തുതിயின் മധ്യയിൽ വാസം ചെയ്യുന്ന തമ്പുരാൻ ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ, 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 ആമേൻ. കുടുംബത്തിന്റെ അകത്ത് കലശം, ആളുകൾ തമ്മിൽ കലശം, ഭാര്യ ഭർത്താവ് അപ്പൻ അമ്മ അങ്കിൾ എന്ന് യുദ്ധമാണ്. സ്വർഗമേ, കർത്താവിന്റെ ദയ ഇവിടെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ, കുടുംബത്തിൽ വ്യാപരിക്കട്ടെ, കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. ഇരുള് മാറുന്നു, ഇരുള് മാറുന്നു. കുടുംബ ജീവിതത്തിനെ ആക്രമിച്ച് ബന്ധിച്ചു വച്ചിരിക്കുന്ന ഇരുള് മാറുന്നു, ഇരുള് മാറുന്നു, ഇരുള് മാറുന്നു. ദൈവപൈതലേ, എന്റെ കുടുംബത്തിനകത്തുള്ള ഇരുള് ഇപ്പോൾ മാറുന്നു. ബെന്നി, 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 കുടുംബ ജീവിതത്തിലെ ഇരുള് മാറുന്നു, മാറുന്നു. തങ്കമണി, 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 കുടുംബ ജീവിതത്തിലെ ഇരുള് മാറുന്നു. അമ്പിളി, നിന്റെ കൊച്ചു ബിസിനസ്സിലെ ഉള്ള ഇരുള് മാറുന്നു, മാറുന്നു യേശുവിൻ നാമത്തിൽ. ആമേ. ചില ആളുകൾ പഠിക്കാൻ പുസ്തകം തുറന്നാൽ ഉറക്കം, നിന്റെ മുമ്പോട്ടുള്ള പഠിത്തത്തിൽ കഠിനാധ്വാനത്തിലുള്ള ഇരുള് മാറുന്നു. സുഭിക്ഷം, സുഭിക്ഷം. പ്രിയനേ, നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ ആത്മാക്കളെ സുഖപ്പെടുത്തണം. വ്യക്തികളുടെ ആത്മാക്കളെ തമ്പുരാൻ സുഖപ്പെടുത്തണം. Amen. Healing, healing in your soul. Healing in your soul. Healing in your soul. ആത്മാക്കൾ സുഖപ്പെടുന്നു, ആത്മാക്കൾ സുഖപ്പെടുന്നു. തീ, തീ, തീ. ബലം, 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 ബലം. ഓ, 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 ആത്മാവിൽ നിറയുക. നന്ദി, 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 നന്ദി. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ. ഏറ്റമടു തായടെ നീക്കത്ര ആനന്ദോ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ. ഏറ്റമടു തായടെ നീക്കത്ര ആനന്ദോ. എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാൻ രക്ഷിതാം കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. ഞാൻ രക്ഷിതാവിൻ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ. ഏറ്റമടുത്തായടെ എനിക്കെത്ര ആനന്ദോ. 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 ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ. സ്വർഗം താണിറങ്ങുന്നു, കർത്താവിന്റെ കൃപ താണിറങ്ങുന്നു, കർത്താവിന്റെ കരം നിന്റെ ശിരസിൽ ഇറങ്ങുന്നു. ടീ ടീ ടീ
ടീ മുളകൾ തെറിക്കുന്നു, കട്ടികൾ മാറുന്നു, ബന്ധിച്ചു വച്ചിരിക്കുന്ന കട്ടികൾ പൊട്ടുന്നു. നീ ചെയ്യുന്ന കൊച്ചു കൊച്ചു വ്യാപാര മേഖലകളിൽ വീണിരിക്കുന്ന ശാപവും ഇരുളും യേശുവിൻ നാമത്തിൽ മാറുന്നു. നീ നടത്തുന്ന സംരംഭങ്ങളിൽ കർത്താവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഇറങ്ങുന്നു. പഠിത്തം കംപ്ലീറ്റ് ആകാതെ പകുതിയിൽ നിൽക്കുന്ന ചില വ്യക്തികളെ കർത്താവ് തൊടുന്നു. ചില ഫയലുകൾ തടസ്സമായി നിന്ന് നിലവിളിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. അഭിഷേക കൊടുങ്കാറ്റ്. നന്ദി അപ്പനേ, നന്ദി. മഹത്വം കർത്താവിന്, മഹത്വം കർത്താവിന്, മഹത്വം കർത്താവിന്. തീ പടരുന്നു, തീ നിൽക്കുന്നില്ല, തീ പടരുന്നു ദൈവപൈതലേ. നീ മതിൽ കെട്ടിയാൽ നിന്നെയും വിടുകയില്ല. തീ പടരുന്നു, അഭിഷേക തീ എല്ലാ ആളുകളിലും പടരുന്നതാ. ആമേൻ, 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 ആമേൻ. നിറച്ചതിനായി നന്ദി. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകം സദാകാലങ്ങളിലും നമ്മോരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.